ഹായ് സുന്ദരീസ്, ഞാൻ എൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബേസ് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയുള്ള ഡാർക്ക്നെസ് ആണ്. എൻ്റെ താടിയുടെ ഭാഗം കണ്ടോ കൂടുതൽ ഡാർക്ക് അല്ലേ ചീക്സിനെക്കാട്ടിലും. അപ്പോൾ എങ്ങനെ നമ്മളൊരു ഈവൻ സ്കിൻ ടോൺ ആക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് കളർ കറക്റ്ററാണ് അപ്ലൈ ചെയ്തത്. അതിനായിട്ട് നമ്മൾ ഓറഞ്ച് കളർ കറക്റ്ററും അതേപോലെ ലൈറ്റർ കൺസീലറും കൂടി മിക്സ് ചെയ്ത് ഒരു പീച്ചിഷ് കളർ ആക്കിയിട്ട് ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് സെറ്റിംഗ് സ്പ്രേ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്ലഷ് കുട്ടി 3 ഡോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കറക്റ്റ് കൺസീലർ കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളത് അത് അതേ ഭാഗത്ത്, അതായത് കളർ കറക്റ്റ് ഇട്ട ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലഷിൻ്റെ ഒപ്പം കുറച്ച് മാത്രം ഹൈലൈറ്ററും പിന്നെ കോൺടൂറും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ അതാത് ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് അവിടെ മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി സെറ്റിംഗ് സ്പ്രേ ഇട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യണത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഒരുപാട് ലെയർ ഓഫ് മേക്കപ്പ് ഇല്ല. യൂഷ്വലി എന്ത് ചെയ്യും, പ്രൈമർ ഇടും, അത് പിന്നെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ കളർ കറക്റ്റർ, കൺസീലർ, ഫൗണ്ടേഷൻ, പിന്നെ അതിൻ്റെ മീതെ ബ്ലഷ്, അതിൻ്റെ മീതെ കോൺടൂർ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ലെയേഴ്സ് വരും. ഇതിപ്പോൾ ഒറ്റ ലെയറിൽ നമുക്ക് ഫുൾ മേക്കപ്പ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. പിന്നെ ഇതെനിക്ക് കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം, അതാത് സ്ഥാനത്തായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൺസീലർ ഇട്ട ഭാഗത്ത് മെയിനായിട്ട്, പിന്നെ ക്രീസ് ലൈൻ വരുന്ന ഭാഗത്തുണ്ടല്ലോ ഈ ഒരു ബേക്കിംഗ് പൗഡർ, ഇത് ഹുഡയുടെയാണ്, നമുക്ക് മാഴ്സിന് ഇട്ടാലും സെയിം എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 500 രൂപയുടെ ഒരു സാധനമാണ് ഇത്, മാഴ്സിൻ്റെ. ഇതിൽ തന്നെ ഐ ഷാഡോ ഉണ്ട്, മസ്കാര ഉണ്ട്, അതുപോലെ തന്നെ ഐലൈനർ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐ ലുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇത് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. പൗഡർ കംപ്ലീറ്റ്ലി തട്ടിക്കളയുക. എന്നിട്ട് ഒരു തവണയും കൂടെ സെറ്റിംഗ് സ്പ്രേ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. അങ്ങനെ ഇരിക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുക. ഞാൻ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടി സെറ്റ് ചെയ്യുന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിട്ടിട്ട് ഞാൻ ബീച്ചിൽ പോയി അവിടെ നിന്ന് ഫുള്ള് ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഫംഗ്ഷന് വരുന്നത്. അവിടെ ഫുള്ള് പാട്ടും ഡാൻസും ബഹളം അതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ മേക്കപ്പ് അങ്ങനെ തന്നെ ഇൻടാക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കൂ.